ഇന്നിപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പുട്ടാണ്. പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ. പൊടി വെച്ചിട്ടൊന്നുമല്ല, നമ്മൾ വീട്ടിൽ എല്ലാവരും അരിയൊക്കെ കഴുകി പൊടിച്ച് മില്ലിലൊക്കെ കൊടുത്തയച്ചിട്ട് പൊടി ഉണ്ടാക്കുമല്ലോ. പക്ഷേ ആ പുട്ടിനേക്കാളും അതുപോലെ തന്നെ അതിൻ്റെ സോഫ്റ്റ്നെസ് കുറവായിട്ട് ഇപ്പോൾ എല്ലാവരും ഷോപ്പിൽ നിന്നൊക്കെ പുട്ടുപൊടി സെപ്പറേറ്റ് വാങ്ങിക്കും. അതിനേക്കാളും സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. അതുമല്ല വൈകുന്നേരം ആയാലും അതുപോലെ രാത്രി ആയാൽ പോലും ഈ പുട്ടിൻ്റെ സോഫ്റ്റ്നെസ്സിന് ഒരു കുറവും വരില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മട്ടരി അളന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മട്ടരി ഉണ്ടല്ലോ, അതായാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ റേഷൻ കടയിൽ നിന്ന് ഒരു വെള്ള പുഴുക്കലരി കിട്ടുന്നുണ്ടല്ലോ, അതായാലും കുഴപ്പമില്ല. പക്ഷേ പച്ചരി എടുക്കണ്ട കേട്ടോ. എളുപ്പം പൊടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് പച്ചരി എടുത്തു കഴിഞ്ഞാൽ ആ പുട്ടിന് ഒരു സോഫ്റ്റ്നെസ്സും ഇല്ല, അതുമല്ല ഒരു തരം ഹാർഡായിട്ടിരിക്കുകയും ചെയ്യും. പക്ഷേ ഈ പുട്ട് അങ്ങനെയല്ല. അപ്പോൾ മട്ടരിയോ അല്ലെങ്കിൽ പുഴുക്കലരി ഏതായാലും കുഴപ്പമില്ല, അതെടുത്താൽ മതി. അരി നല്ല പോലെ ഒന്ന് കഴുകി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ രാത്രിയിലാണ് കുതിർക്കാൻ വയ്ക്കുന്നത്. രാവിലെ നമുക്ക് ഇത് പൊടിച്ചെടുക്കുക. ഇനിയിപ്പോൾ രാവിലെയാണ് നമുക്ക് ഇതിൻ്റെ ഓർമ്മ വന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും കുഴപ്പമൊന്നുമില്ല. അരി നല്ല പോലെ കഴുകിയതിന് ശേഷം തിളച്ച വെള്ളം 2 മണിക്കൂർ ഒന്ന് ഒഴിച്ച് വെച്ചാൽ മതി. അതിന് ശേഷം വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കുക. ഞാനിങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ കേട്ടോ, രാത്രിയിൽ തന്നെ കുതിർക്കാൻ വയ്ക്കാറ്. അപ്പോൾ രാത്രി മുഴുവൻ കുതിർന്നിട്ടുള്ള നമ്മുടെ ഈ അരി നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ വെള്ളം വാരാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കുക. നന്നായിട്ട് ആ വെള്ളം ഒന്ന് വാർന്ന് നോക്കോട്ടെ. അപ്പോൾ ഇതിപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. പൊടിക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ 2ാമത്തെ ഗ്രൈൻഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏറ്റവും കുഞ്ഞത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അതും നല്ലത് തന്നെയാണ്. പക്ഷെ അതാകുമ്പോൾ ഒരു 2 ട്രിപ്പ് കൂടുതലായിട്ട് പൊടിക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഒരു 3 ട്രിപ്പ് കൊണ്ട് കാര്യം കഴിയും. ഇതിൻ്റെ ഏറ്റവും വലുത് എടുക്കരുത് കേട്ടോ. നമ്മൾ തേങ്ങ അരയ്ക്കാൻ വേണ്ടി എടുക്കുന്ന അതിൽ പൊടിഞ്ഞ് വല്ലാതെ കിട്ടില്ല, അപ്പോൾ അത് എടുക്കണ്ട. ഇനി നമുക്കിത് പൊടിക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഓരോ ട്രിപ്പിലേക്കും ആവശ്യത്തിനായിട്ടുള്ള ഒരു 2 നുള്ള് ഉപ്പ് വീതിട്ട് കൊടുക്കുക. പിന്നീട് നമുക്കിതിൽ ഉപ്പിട്ടിട്ട് കുഴച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉപ്പ് ഇങ്ങനെ നമുക്ക് വല്ലാണ്ട് കൂടിപ്പോയ പോലെ തോന്നും. ഇതാകുമ്പോൾ അതിലങ്ങോട്ട് മിക്സ് ആയിക്കോളൂ കേട്ടോ. ഓരോ ട്രിപ്പ് പൊടിക്കുമ്പോഴും ഇതേപോലെ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ പൊടിഞ്ഞ് ശരിക്കും പുട്ടുപൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുട്ടുപൊടി പോലും ഇത്രയും നന്നായിട്ട് കിട്ടില്ല, അതിൽ കുറച്ച് കട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് കണ്ടില്ല, ഒരു കട്ട പോലും ഇല്ല, അത്രയും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്സി കേടുവരുമോ എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട. ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ഇതേപോലെ തന്നെയാണ് കേട്ടോ പുട്ടുണ്ടാക്കാറ്. കാരണം ഇപ്പോൾ നമ്മൾ അബുദാബിയിലായിരിക്കുന്ന സമയത്തും ഇവിടുന്ന് ഇപ്പോൾ പൊടിയൊക്കെ കൊണ്ടുപോയാലും ഒരുപാട് നാളത്തേക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പുട്ടുണ്ടാക്കുന്നത് എപ്പോഴും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. പുട്ട് ഇഷ്ടമില്ലാത്തവർ പോലും പുട്ട് കഴിച്ചു പോകും, അത്രയും സോഫ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും കൂടെ ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കുക. ഇനി ഒരു 2 ട്രിപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ മൊത്തം 3 ട്രിപ്പായിട്ട് ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുക്കുക. കാരണം 2 കപ്പ് അരിയല്ലേ ഉള്ളൂ. അതിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കംപ്ലീറ്റ് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരിയൊക്കെ പൊടിച്ച് കഴിഞ്ഞ് പുട്ടുപൊടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് പുട്ടുകുറ്റിയിലേക്ക് വാരിയിടേ വേണ്ട കേട്ടോ. ഇനി ഇതിൽ എക്സ്ട്രാ വെള്ളം കൊടുകയോ നനയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ഭാഗവും മിക്സ് ആക്കുകയും വേണ്ട. കാരണം ഉപ്പൊക്കെ സെപ്പറേറ്റ് നമ്മൾ അതിൽ കൂടെ ഇട്ടിട്ട് തന്നെ പൊടിച്ച കാരണം കൊണ്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ ആവും. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ഇനിയിപ്പോൾ പുട്ടുണ്ടാക്കേണ്ടത് പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഇത് വെള്ളം തിളയ്ക്കാൻ വയ്ക്കാം. അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും പുട്ടുകുറ്റി എടുത്തിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഓരോരുത്തർക്ക് പീസിൻ്റെ വലിപ്പം എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പുട്ടുപൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതൊരു 3 പീസാക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരേപോലത്തെ പീസാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ടീസ്പൂൺ വെച്ചിട്ട് അളന്നിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി പുട്ടുകുറ്റി വെച്ച് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ ആവി വരും. ആവി വന്നിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് പ്ലേറ്റിലേക്ക് ചൂടോടെ തന്നെ കുത്തിയെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള പഞ്ഞി പോലത്തെ പുട്ടാണ് കേട്ടോ, കണ്ടില്ലേ, അത്രയും സോഫ്റ്റാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പുട്ടും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ട് വരാം. ഇന്നത്തെ നമ്മുടെ പഞ്ഞി പോലത്തെ പുട്ടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. വീട്ടിൽ പുട്ട് ഇഷ്ടമില്ലാത്തവർക്ക് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചെറുപയർ കുറുമയാണ്. ഇതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത് തന്നെ ഇടാം. നല്ലൊരു കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.